ബസ് സ്റ്റാൻഡിനെ ചെറുപുഴ മേലെ ബസാറുമായി ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡിൻ്റെയും കമ്പിപ്പാലം റോഡിൻ്റെയും നവീകരണ പ്രവൃത്തിക്ക് തുടക്കമായി. റോഡിൻ്റെ ഇരുവശങ്ങളും വീതി കൂട്ടുന്ന പ്രവൃത്തിക്കാണ് തുടക്കമായത്. ഇത് പൂർത്തിയാക്കിയ ശേഷം ചെറുപുഴ കമ്പിപ്പാലം, ചെറുപുഴ ബസ് സ്റ്റാൻഡ് റോഡും വീതി കൂട്ടി നവീകരിക്കും. തുടർന്ന് ഇരു റോഡുകളും ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കും. ബസ് സ്റ്റാൻഡ് ചെറുപുഴ മേലെ ബസാർ റോഡ് സ്വകാര്യ വ്യക്തി സ്വന്തം ചിലവിൽ നിർമ്മിച്ച് പഞ്ചായത്തിന് കൈമാറിയതാണ്. എന്നാൽ അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണികളൊന്നും നടന്നിരുന്നില്ല. ഇതോടെ റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇരു റോഡുകളിൽ കൂടി കാൽനട യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ്. ഇത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് UDFിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ സമരപരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും ഒടുവിൽ ഡിസംബർ അവസാനം റോഡ് നവീകരിക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ജനുവരി മാസം കഴിയാറായിട്ടും നവീകരണം ആരംഭിക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം നവീകരണ പ്രവൃത്തി ആരംഭിച്ചത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് തകർന്നു തരിപ്പണമായതോടെ യാത്രാ ദുരിതം രൂക്ഷമായി. നവീകരണം പൂർത്തിയാക്കുന്നതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം സുഗമമാകും. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതാത് മേഖലയിലെ പ്രൊഫഷണൽസ് നയിക്കുന്ന ക്ലാസുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ. മർച്ചന്റ് സ്ക്വയർ നിയർ ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.